നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നാർക്കോട്ടിക് എന്നത് ഏതെങ്കിലും മതത്തിന്റെ നിറം നൽകേണ്ടി വരുന്നതല്ല, അതിന്റെ നിറം സാമൂഹിക വിരുദ്ധതയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ. കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവനയല്ലേ ബിഷപ്പിന്റേത്? മതനേതാക്കൾ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളിൽ ഇടപെടുന്നത് ശരിയാണോ? രാഷ്ട്രീയ പാർട്ടികൾ ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അൾത്താരയും ആരാധനയും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ഉപയോഗിക്കുന്നത് ശരിയാണോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ജിഹാദിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ആദ്യത്തെ കോൾ ഇടുക്കിയിൽ നിന്നാണ്. ജോസുകുട്ടി, വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വിദ്വേഷം പരത്തുന്ന പ്രസ്താവനയായി പോയില്ലേ ബിഷപ്പിന്റേത്? അല്ല, ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണല്ലോ. അവനവന്റെ സമുദായത്തിലെ അംഗങ്ങളോട് സൂക്ഷിക്കണം, അവരുടെ മക്കള് വഴിതെറ്റി പോരുമെന്ന് പറയുന്നത് എന്തിനാ കുത്തിത്തിരിപ്പാകുന്നത്? കുത്തിത്തിരിപ്പാകുന്നെന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു നിലപാടുള്ളതുകൊണ്ടല്ലേ കുത്തിത്തിരിപ്പാണ്. ഈ ജിഹാദ് പരാമർശം പ്രശ്നമായി തോന്നുന്നില്ലേ താങ്കൾക്ക്? കുട്ടികളോട് ശരിയായ വഴിയിൽ നടക്കണം എന്ന് പറയുന്നതും നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ഈ ജിഹാദ് എന്ന് ആദ്യം ഇത് പുറത്തു പറഞ്ഞതും വെളിവിട്ടതും ഒക്കെ ജിഹാദ് എന്ന് പറഞ്ഞത് തന്നെ ഈ സമൂഹം തന്നെയാണ് പുറത്തുവിട്ടത്, അല്ല മറ്റുള്ള സമൂഹം അല്ല പുറത്തുവിട്ടത്. അത് ഇങ്ങനെ ഒരു മതപുരോഹിതൻ ആവർത്തിക്കുന്നതിൽ ആണ് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നമില്ല. അത് അവനവന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ നമ്മുടെ കുടുംബത്ത് പറയുന്ന പോലെ തന്നെയുള്ളൂ. അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരം നടത്തി ഇവിടെ ഇതില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ഇവിടെ ചാനലുകാരൊക്കെ ഇവിടെ ഉള്ളത്. സംഭവം നടന്നാണോ? 2 പെൺകുട്ടികളെ ആർഎസ്എസുകാർ വെടിവെച്ച് വന്നെന്ന് പറഞ്ഞപ്പോൾ മയ്യത്ത് നമസ്കാരമൊക്കെ നടത്തിയില്ലേ? അപ്പൊ ഇതൊക്കെ ഉള്ളതാ ഇവിടെ ഉള്ള സത്യം തുറന്ന് പറയുമ്പോഴേക്കും അവരെ കുറ്റക്കാരാക്കിയിട്ട് കാര്യമില്ല. സത്യമായിട്ട് തന്നെ എന്തും നിലനിൽക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി ജോസുകുട്ടി. റഷീദ് ചേരുന്നു കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, ഇപ്പം നേരത്തെ ജോസുകുട്ടി പറഞ്ഞതുപോലെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നത് കുട്ടികളെ നന്നാക്കാൻ, ഇല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നു എന്നത് കണ്ടതുകൊണ്ട് അത്തരത്തിലൊരു പരാമർശം നടത്തിയെന്നാണ്. അതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്നാണോ പറയേണ്ടത്? കുട്ടികളോട് നിങ്ങൾ നേരായ വഴിയിൽ നടക്കണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയേണ്ടതിന് പകരം ഈ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ച് പറയുന്നതിൽ ഒരു വലിയ ശരികേടില്ലേ? ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് മാതാവിനടിച്ച് പുറത്തിറങ്ങിയാൽ അവർക്ക് അനുകൂലമായിട്ടും പറയുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് മതേതര ജനാധിപത്യം പൂത്തുലഞ്ഞ് നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് വിഷം കലക്കി ഇവിടെ പല ലാഭവും കൊയ്യാമെന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊരു ഒരു ഇത് കൊടുക്കുകയാണ് ഈ ഇത്തരം പ്രസ്താവനയുടെ. എല്ലാവരും ഒരേപോലെ സംസാരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം ആളുകളുണ്ട്. അപ്പൊ ആ ആളുകളെയാണ് കണ്ടെത്തി വേണ്ട വിധത്തിൽ അവർക്ക് നിയമപരമായ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിലേക്കാണ് നമ്മളെ ഗവൺമെന്റും ആളുകളും ചിന്തിക്കേണ്ടത്. അല്ലാതെ അവര് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചടച്ചിരിക്കുന്ന ഒരു കാടടച്ച് വെടിവെക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പൊ അവര് പറഞ്ഞ ആശയം എന്താണ്? ഈ ഒരു ആശയ സംവാദമാണ് ഇവിടെയൊക്കെ വേണ്ടത്. അതല്ലാതെ വായിത്തോന്നുന്ന എന്തും കോതക്ക് പാട്ട് എന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒട്ടും ശരിയല്ല എന്നുള്ളത് അഭിപ്രായം. ശരി, നന്ദി റഷീദ്. വിളിച്ചതിന് സേവ്യർ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ശ്രീ സേവ്യർ, നമുക്ക് ഈ ജിഹാദ് കുറ്റകൃത്യമാണോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ബിഷപ്പ് പറഞ്ഞതിൽ മറ്റൊരു കാര്യം, ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നടത്തേണ്ടിയിരുന്ന പരാമർശം, ഇല്ലെങ്കിൽ അവിടെ പ്രസംഗിക്കേണ്ടിയിരുന്നത്, സംസാരിക്കേണ്ടിയിരുന്നത്, ആളുകളോട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്ന രീതി, ഇല്ലെങ്കിൽ അതിനുപയോഗിച്ച വാക്കുകൾ, അത് ഒരു മതവിഭാഗത്തെ തളർത്തുന്നതും തകർക്കുന്നതുമായിട്ടുള്ള വാക്കുകളാകുമ്പോൾ സ്വാഭാവികമായും സമൂഹം അതിനെതിരെ പ്രതികരിക്കും. ആ വിഭാഗത്തിലുള്ള ജനങ്ങൾ കൂട്ടമായി പ്രതികരിക്കും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് ഒരു അസ്ഥാനത്ത്, അതായത് ഈ മതത്തിനും മതസൗഹാർദ്ദത്തിനും ഒക്കെ പണിയെടുക്കുന്ന, അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഒരു വല്ലാത്ത ഒരു മത സ്വാർത്ഥം ഉണ്ടാകുന്ന രീതിയിലായിപ്പോയി ആ പ്രഖ്യാപനം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് വളരെ ചിന്തിച്ചിട്ട് പറയേണ്ടതായിരുന്നു. ഒരു മതത്തിന്റെ മേലധ്യക്ഷൻ പറഞ്ഞപ്പോൾ അല്പം കൂടി ചിന്തിച്ച്
പറയേണ്ടതായിരുന്നു എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ശരി, നന്ദി. സേവ്യർ രത്നാകരൻ ചേരുന്നു മാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ രത്നാകരൻ, ഇവിടെ ഗുരുതരമായൊരു പ്രശ്നമാണ് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റെല്ലാ രാഷ്ട്രീയവും മാറ്റി നിർത്തി പറഞ്ഞാൽ പോലും അതൊരു ഗുരുതര പ്രശ്നമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് നൽകുക, കുട്ടികൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടെത്തി അവർക്ക് മയക്കുമരുന്ന് നൽകി അവരുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് കേസ് എടുക്കുകയും ഇല്ലെങ്കിൽ ഈ ബിഷപ്പിനെ തന്നെ ചോദ്യം ചെയ്ത് എവിടെ നിന്ന് ഇതിന്റെ രേഖകൾ ലഭിച്ചു, ഇല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായി, എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ കൃത്യമായി നടക്കേണ്ടതില്ലേ? ശ്രീ രത്നാകരൻ, ബിഷപ്പ് പറഞ്ഞത് ഒരു അപ്രിയ സത്യം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ പത്രം വായിക്കുന്നതും ന്യൂസ് കാണുന്ന ഒരാൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇതൊരു നടക്കുന്ന കാര്യം തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. അത് ഏത് മതവിഭാഗം ചെയ്യുന്നതല്ല ഇവിടെ പ്രസക്തി, പക്ഷെ അവിടെ നടക്കുന്നുണ്ടത്. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഒരാൾ പറഞ്ഞിരിക്കുന്നു, സമൂഹത്തിൽ ഉന്നത ഇതിലിരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം അത് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, വളരെ സത്യമാണത്. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ബിഷപ്പിൽ നിന്നോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ എടുക്കുകയോ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയോ ചെയ്താൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് താങ്കൾക്ക്? തീർച്ചയായും കോഴിക്കോട് കേസ് നടന്നിട്ടുണ്ട്. ഇന്നും നിങ്ങളുടെ ന്യൂസിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഇതുപോലുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ ഏത് വിഭാഗമാണെന്നുള്ള എല്ലാവരുടെ പ്രസക്തി, കാര്യം കൃത്യം നടക്കുന്നുണ്ടോ എന്നതാണ്. ഈ കുറ്റകൃത്യം അവിടെ നടക്കുന്നുണ്ട്, അത് തീർച്ചയാണ്. ശരി, നന്ദി. വിളിച്ചതിന് ബെർലി വർഗീസ് ചേരുന്നു എറണാകുളത്ത് നിന്നാണ്. ശ്രീ ബെർലി വർഗീസ്, ഇത്തരത്തിൽ സംസാരിക്കേണ്ട ഇല്ലെങ്കിൽ ജിഹാദ് എന്നുള്ള വാക്കുകളൊക്കെ പറയേണ്ട ഒരു സ്ഥലമാണ് അൽത്താര ഇല്ലെങ്കിൽ ആരാധനാലയം. അങ്ങനെ മറ്റൊരു മതത്തിനെ കുറച്ച് കാണിക്കേണ്ട, കുറ്റപ്പെടുത്തേണ്ട, ഇല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റ്, അവർ നമ്മുടെ ആളുകളെ, ആ വാക്ക് നോട്ട് ചെയ്യണം, നമ്മുടെ ആളുകളെ എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നു, അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയേണ്ട സ്ഥലമാണോ പള്ളിക്കകം? എന്റെ അഭിപ്രായത്തില് കേരളം പോലുള്ള ഒരു മതേതര സംസ്ഥാനത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ട തന്നെ ഒരു ആവശ്യമില്ല. കാരണം പല മതവിഭാഗത്തിലുള്ള കുട്ടികളെ പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊരു മതത്തിന് മാത്രം അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പോ ക്രിസ്ത്യൻ സമൂഹത്തില് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന 10-12 വർഷം അവിടെ കാറ്റഗിസം പോലുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അതൊരു ജിഹാദ് എന്നുള്ളൊരു പദമൊന്നും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി ബെർലി. രതീഷ് ചേരുന്നു പാലയിൽ നിന്ന്. ശ്രീ രതീഷ്, ഈ ഫാദർ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഹോട്ടലുകളിൽ നിന്ന് ഇല്ലെങ്കിൽ ഐസ്ക്രീം പാർലറുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് നൽകി യുവാക്കളെ ആകർഷിക്കുന്നു, അതിനുശേഷം ഇവർ നശിപ്പിക്കുകയാണ് ഈ യുവ ജനതയെ എന്നൊക്കെയുള്ള അഭിപ്രായമാണ്. നമ്മുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. എങ്ങനെയാണത് സംരക്ഷണമാവുക? അതൊരു വിദ്വേഷം, അത് വിദ്വേഷം ഉണ്ടാക്കുന്ന വാക്കുകളല്ലേ? അതല്ലേ ആളുകളിലേക്ക് അദ്ദേഹം പറയുന്ന ഞങ്ങളുടെ ആളുകളിലേക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്? അതൊരു തെറ്റായ സന്ദേശമല്ലേ? ഞങ്ങളെ അത് തെറ്റായ സന്ദേശമാണ്. ഞാനൊരു കാര്യം പറയാം, മതത്തെ വിട്ടേക്ക്, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം മതത്തെ വിട്ടാൽ ഈ അച്ഛൻ വെളിപ്പെടുത്തിയത് കാര്യം വെച്ച് കേരള പോലീസും കേന്ദ്ര ഏജൻസിയും കൂടെ ഒരു അന്വേഷണം വെക്കട്ടെ. അന്വേഷണം വെക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും എന്നുള്ളതിനകത്ത് യാതൊരു മിത്തടി. അതിന് വിരളി പൂണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അന്വേഷിക്കട്ടെ. അങ്ങനെ സത്യമാണെങ്കിൽ അച്ഛൻ പറഞ്ഞതിന്റെ വെളിപ്പെടുത്തലോടുകൂടി അന്വേഷണം നടത്തട്ടെ. അതുപോലെ തന്നെ ഞാൻ പറയാം, കൊല്ലത്ത് കിടക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തി കോഴിക്കോട്ട് 4 പേര് പീഡിപ്പിച്ചു. മയക്കുമരുന്ന് നമ്മൾ പറഞ്ഞല്ലേ, പോലീസ് പറഞ്ഞ മയക്കുമരുന്നും കഞ്ചാവും കള്ളും എല്ലാം കൊടുത്താ കൊച്ചിനെ പീഡിപ്പിച്ചിരിക്കുന്നത്. ആരാ പീഡിപ്പിച്ചിരിക്കുന്നത്? 4 വ്യക്തികളുടെ പേര് പുറത്തു വന്നു ഇല്ലേ? അതുപോലെ പല പല സംഭവങ്ങളും ഇവിടെ വന്ന് ഈ കേന്ദ്ര ഏജൻസി വന്ന് കൈയോടെ പിടിച്ചോണ്ട് പോയിട്ടില്ലേ? അല്ല, ഇതൊരു ഗുരുതര വിഷയമാണ്. കാരണം മയക്കുമരുന്ന് കൊടുത്ത് യുവാക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന അങ്ങനെ ഒരു റാക്കറ്റ് ഉണ്ടെങ്കിൽ അവരെ അടപടലം പൂട്ടണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സമൂഹത്തിന് ദോഷം നൽകുന്ന തരത്തിലാണ് പ്രവർത്തനമെങ്കിൽ. ഇവിടെ ഈ നേതാക്കന്മാർ മതേതരം മറ്റേതരം മണ്ണാക്കട്ടെ എന്നൊക്കെ പറയുന്നല്ല, ഇതൊന്നും നടപടിയില്ല. മറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഇവിടെ തലകുത്തി പറഞ്ഞ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ ഇത് അല്ല, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം രതീഷ്, ഇപ്പൊ ഫാദർ പറഞ്ഞിരിക്കുന്ന കാര്യം അതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു റാക്കറ്റ് ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. പക്ഷേ അതിനെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അതൊരു മതവിഭാഗത്തെ മാത്രമായി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നതിലാണ് ശരികേട്.
ശരികേടെന്ന് പറഞ്ഞാൽ ISIലോട്ട് പോയിരിക്കുന്നതും ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ, കേരളത്തിലെ പെൺകുട്ടികൾ ഏത് മതത്തിൽപ്പെട്ടതും ആയിക്കോട്ടെ ISI പോയി ഇപ്പൊ അവർ കിടന്നിട്ട് ഇവിടെ ഒരു കുട്ടിയുടെ അമ്മ കടന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു അലിഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടുന്നാ പോകുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ, ഈ കൊച്ചു കേരളത്തിൽ നിന്നല്ലേ പോകുന്നത്? അത് നമ്മൾ ചിന്തിക്കണ്ടേ? അത് കേരളത്തിന് പുറത്താണെന്നെങ്കിലും വിചാരിക്കാം. ഇതിപ്പോ കേരളത്തിനകത്ത് തന്നെ മതവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വർഗീയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല തരത്തിലുള്ള പല രീതിയിലുള്ള അത് പല മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ. നന്ദി താങ്കൾ വിളിച്ചതിന്. എബ്രഹാം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശ്രീ എബ്രഹാം, ഇപ്പോൾ നടന്നിരിക്കുന്ന ബിഷപ്പ് സംസാരിച്ചിരിക്കുന്ന രീതി, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അദ്ദേഹം ആശങ്കപ്പെട്ട കാര്യം ലഹരി മരുന്ന് യുവാക്കളിലേക്ക് എത്തിക്കുന്നു, അത് അവരുടെ ഭാവിക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കരുതൽ കൂടി ചേർത്തിട്ടുള്ള ആ സംഭാഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രസംഗത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? 100% ശരി തന്നെയാണത്. ജിഹാദി സംവിധാനം എന്ന് പറയുന്നത് അതിഭയാനകമായൊരു ഹിഡ്മതിന്റെയാണ്, യാതൊരു സംശയവും. ഞാനൊരു പറഞ്ഞോളൂ. ഞാനൊരു 6 വർഷം സൗദി അറേബ്യ ജോലി ചെയ്ത ആളാണ്. അവിടുന്ന് ഒത്തിരി കാര്യം മനസ്സിലാക്കിയിട്ട് കൂടി വിളിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലുള്ള വ്യക്തി പെരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ബിഷപ്പ് ഇപ്പൊ വളരെ താമസിച്ചാണ് ഇത്തരത്തിൽ അവർ കണ്ണു തുറന്നിരിക്കുന്നത്, ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, അഫ്ഗാനികളുടെ നമ്മളെ കാണുന്ന ഭീകരജീവികളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം പതിറ്റാണ്ടുകളായിട്ട് മലനിരയിൽ കഞ്ചാവ് നട്ടുവളർത്തുക, അതുകൊണ്ട് ഹാഷിഷ് അതുപോലുള്ള കംപ്ലീറ്റ് ഡ്രഗ്സ് ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ വിറ്റഴിക്കുകയാണ്. ഇതെല്ലാം വലിയ ഹിഡനത്തിന്റെ ഭാഗമാണ്. ആ അജണ്ട തന്നെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് ഓപ്പണായിട്ട് നടപ്പിലാക്കുന്നിടത്ത് ഓപ്പണായിട്ടാകും, അല്ലാത്തടത്ത് അത് വളരെ രഹസ്യമായി ഹിഡനജണ്ടയായിട്ട് നടപ്പിലാക്കുന്നു. ശരി എബ്രഹാം, താങ്കൾ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ജലാലുദ്ദീൻ ചേരുന്നു തൊടുപുഴയിൽ നിന്നാണ്. ശ്രീ ജലാലുദ്ദീൻ, തീവ്ര നിലപാടുകാരായ ജിഹാദികൾ, അങ്ങനെയാണ് ആ വാക്ക്, അവർ നടത്തുന്ന ഐസ്ക്രീം പാർലറുകൾ, അവർ നടത്തുന്ന ഹോട്ടലുകൾ, അവിടെയെല്ലാം ഇവരെ ആകർഷിക്കുന്നു, ഇല്ലെങ്കിൽ അവരെ അവിടുന്ന് ഭക്ഷണം നൽകുന്നു, ഭക്ഷണത്തോടൊപ്പം ഇവർക്ക് കുത്തിനിറയ്ക്കുന്നത് മറ്റു കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള പറച്ചിലുകൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഹോട്ടൽ വ്യവസായം നടക്കുന്ന ഒരു സ്ഥലമാണ്. സാധാരണക്കാരായ ആൾക്കാർ, ഇതിപ്പം ബിഷപ്പ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അക്ഷരം പ്രതി അനുസരിക്കുന്ന കേൾക്കുന്ന ആൾക്കാർ എന്താണ് നാളേക്ക് ആ ഒരു വ്യവസായത്തിന് പോലും സംഭവിക്കാൻ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന വാക്കുകളല്ലേ അത്? ജലാലുദ്ദീന്റെ കോൾ കട്ടായിരുന്നു. ജേക്കബാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജേക്കബ്, ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ പല തട്ടുകളിലായിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള, അത് മതപുരോഹിതനായാലും സാധാരണക്കാരനായാലും ഇത്ര തീവ്രമായി മറ്റൊരു മതത്തെ അടിച്ചമർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ബിഷപ്പ് ഞങ്ങളുടെ പള്ളിയിൽ പറഞ്ഞതിന് എന്തിനാ ഇവര് ജാതീയമായിട്ട് റോഡിൽ ഇറങ്ങിയത്? അവർക്ക് ബിഷപ്പിന് ഇത് പറയാനുള്ള യോഗ്യതയില്ലേ? അങ്ങേരുടെ പള്ളിയിൽ അത് പറഞ്ഞതിന് എന്തിനാ ഇവര് ഉടനെ ജാതീയമായിട്ട് റോഡിൽ ഇറങ്ങിയത്? ഈ അൺനെസസറി ഈ കോൺഗ്രസ്സുകാർ ഈ മുസ്ലിം ലീഗിനെ എടുത്ത് തലേ വെച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഉള്ള നല്ല വകുപ്പെല്ലാം മുസ്ലിം ലീഗിന് കൊടുക്കും, എന്നിട്ട് ചോറ വകുപ്പെല്ലാം ക്രിസ്ത്യാനിക്ക്. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാർ ഇപ്പൊ ആളെ മാറ്റിക്കൂടെ, DCC ഇതും വലിയ നേതാക്കന്മാരെ മാറ്റേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികൾ ഇനി UDF വോട്ട് ചെയ്യില്ല. UDF വോട്ട് ചെയ്താൽ അവര് മുസ്ലിമിനെ തലവെക്കും. അതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ 5 സീറ്റ് ഉണ്ടായിരുന്നത്, 5 സീറ്റും തോറ്റു. ശരി ജേക്കബ്, താങ്കൾ ഇപ്പോഴും മതത്തിലാണ് സംസാരിക്കുന്നത്. മതം തന്നെയാണ് താങ്കളുടെ പ്രശ്നമെന്നും എനിക്ക് തോന്നുന്നു. മനോജ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ മനോജ്, നാട്ടിൽ നടക്കുന്നത് വളരെ മോശം. കാരണം നമ്മുടെ ഇപ്പോഴുള്ള പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയിലുള്ള സംസാരങ്ങളോ വാഗ്വാദങ്ങളോ ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒന്നുമല്ല ഉയരുന്നത്. നമ്മൾ മതത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു. നമ്മൾ ഒരുപാട് വർഷം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കല്ലേ എത്തുന്നത്? മനോജ്, കേൾക്കാമോ? 100% അച്ഛൻ പറഞ്ഞത് ഓക്കെയാണ്. 100% ബിഷപ്പ് പറഞ്ഞത് ഓക്കെയാണ്. ഹലോ, ശരി പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? 100% മനോജ് TV ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റിയില്ല. വിഷയത്തിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ജിഹാദിനെ കുറിച്ചാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലിജോ ചേരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ലിജോ, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? മേഡം, എന്നറിയോ, ഓൾറെഡി ഞാൻ ഒരു 17 വർഷമായിട്ട് ബാംഗ്ലൂർ വയ്ക്കുകയാണ്. പറഞ്ഞോളൂ, കേൾക്കാം. അല്ല,
അല്ല ഇപ്പൊ ഈ പറയുന്ന അച്ഛൻ പറഞ്ഞ സംഭവം കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആൾക്കാരുകള് നമ്മുടെ നാട്ടിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുമായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കുട്ടികളിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി കറക്റ്റായിട്ട് അല്ലേ. പറയൂ, താങ്കളുടെ പോയിന്റ് പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് പറയാന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഏകദേശം 100% കേസുകൾ മൊത്തം മലയാളീസിനാണ് എല്ലാവർക്കും ഫുള്ള് ക്രൈമുകൾ എടുക്കുന്നത്. മലയാളീസ് ഇല്ലാത്ത കേസുകളില്ല. അല്ല ലിജോ, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കേരളത്തിൽ ഓരോ ദിവസവും നമ്മളിപ്പോ വാർത്ത വായിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ നമുക്കറിയാം. എനിക്ക് അറിയാവുന്ന ഒരാൾ പറയാം, കുറെ ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും മാഡം, പറയാം. ഇത് എന്നറിയോ, ഇപ്പൊ ഞങ്ങളൊരു 17 വർഷമായിട്ട് ബാംഗ്ലൂർ നിൽക്കുമ്പോഴും നമുക്കിപ്പോ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ കാര്യം ചോദിച്ചാല് ലിജോ, അതല്ല നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഓരോ ദിവസവും ഇത്ര കിലോ കഞ്ചാവ് ഇല്ലെങ്കിൽ ഇത്ര കോടിയുടെ ആശിഷ് അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്. അപ്പം ഇങ്ങോട്ട് ഇത് ഒഴുക്ക് നടക്കുന്നുണ്ട്. അത് വലിയ ഗുരുതരമായ വിഷയമാണ് ബിഷപ്പ് സൂചിപ്പിച്ചത്. പക്ഷേ അവിടെ മറ്റൊരു മതത്തെ മാത്രം കുറ്റക്കാരാക്കുന്നത് എങ്ങനെയാണ്? ഈ മതം മാത്രമാണ് ഇത് കൊടുക്കുന്നതെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഓൾറെഡി ഞാൻ പറയട്ടെ, ഒരു മതത്തെ ഒരിക്കലും ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനാണ്, ഓക്കെ, ഞാൻ എന്റെ സമൂഹത്തെ മാത്രം കുറ്റപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ ഈ പറയണേ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് ബിഷപ്പ് ഒരു മതത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിച്ചു. അവിടെയാണ് തെറ്റ് എന്ന് പറയുന്നത്. അല്ല മാഡം, ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഓപ്പണായിട്ടൊരു കാര്യം പറയട്ടെ മാഡം. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഭരിക്കുന്നതാണ് ഇപ്പൊ. മാഡം ഒന്ന് ആലോചിച്ച് നോക്കണം. ലിജോ, എനിക്ക് താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, ക്ഷമിക്കണം. സനൽ ചേരുന്നു ഹരിപ്പാട് നിന്ന്. ശ്രീ സനൽ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, ഇത് ഈ നർക്കോട്ടിക്കിന്റെ വിഷയം നമ്മുടെ കേരളത്തിലെ എല്ലാ മിക്കവാറും സമുദായങ്ങളിലുള്ളതാണ്. ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കേരളത്തിൽ മൊത്തമായിട്ട് കൂടി വരുന്നു. പക്ഷെ അതിനകത്ത് സാമുദായികപരമായ ഒരു വേർതിരിവ് ഉണ്ടാക്കി നമ്മുടെ കേരളത്തെ പോലുള്ള മതേതരത്വം സംസാരിക്കുന്ന നമ്മുടെ നാട്ടില് വീണ്ടും ഒരു വിഷയം ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹത്തെ പോലുള്ള അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് വിഐപികളായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കാമെന്ന് വെച്ചാൽ അതൊരു ശരിയായ കാര്യമില്ല. അതിനകത്ത് രാഷ്ട്രീയപരമായ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പലരും ഇപ്പം ഉപയോഗിക്കും. പക്ഷെ അത് വീണ്ടും വീണ്ടും പ്രശ്നം സങ്കീർണമാക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ അതിന് ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന് മാന്യമായ രീതിയിൽ വേറെ ഏതൊക്കെ പദത്തിൽ കൂടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. അതാണ് സനൽ. നന്ദി. വിളിച്ചതിന് അനഘ ചേരുന്നു. അനഘ, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറയുന്നുണ്ട് ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന്. കാരണം സമൂഹത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക്, അതായത് വലിയ വിദ്വേഷത്തിലേക്ക്, 2 മതങ്ങൾ ഇല്ലെങ്കിൽ 3 മതങ്ങൾ തമ്മിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം അവിടെ എന്തൊക്കെ നടക്കുന്നു, ആരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇത് മതം എന്ന് മാത്രമായിട്ട് ചുരുങ്ങുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ വിഷയമാണ്. അതിന്റെ പുറകിൽ പറഞ്ഞിരിക്കുന്ന ഈ മയക്കുമരുന്നിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നം തന്നെയാണ്. അന്വേഷിക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം, ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കണം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനോട് അനഘയുടെ അഭിപ്രായം എന്താണ്? ഞാൻ 100% ബിഷപ്പിനോടാണ് യോജിക്കുന്നത്. കാരണം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്താണ് അനഘ? കാരണം ഇപ്പം എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു ചേച്ചി തന്നെ ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ ഒപ്പം പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾ വിഷമിക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു ക്രിസ്ത്യാനിയുടെ ഒപ്പോ വേറൊരു ഹിന്ദുവിന്റെ ഒപ്പം പോകുന്നതിന് വേറൊരു മതത്തിന് ഒരു തരത്തിലുള്ള വിഷയവും ഞാൻ കാണുന്നില്ല. അതെ, എന്തുകൊണ്ടാണ് അതൊരു വിഭാഗത്തിന്റെ കൂടെ ഇപ്പൊ ആൾക്കാർ കല്യാണം കഴിച്ചു പോയാലോ, ഇല്ലെങ്കിൽ അവരുടെ കടയിൽ പോയി ഭക്ഷണം കഴിച്ചാലോ, ഇല്ലെങ്കിൽ അവരോട് സൗഹൃദമുണ്ടെങ്കിലോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. കാരണം മുസ്ലിം എന്നൊരു മതത്തിന് മാത്രമുള്ള ആ വിഷയം വരുന്നുള്ളൂ. നിമിഷാപാത്തിനൊക്കെ നമ്മുടെ മുന്നിൽ ഓരോ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതൊക്കെയാണ് എല്ലാ മാതാപിതാക്കളെയും പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. ശരി അനഘ. ലിയോ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ ലിയോ, താങ്കളുടെ അഭിപ്രായം പറയാമോ? മതത്തിന്റെ കാര്യം അങ്ങ് വിട്ടേക്കുക. ഈ എതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ സത്യാവസ്ഥ ഉണ്ടോ അത് നിർത്താനായിട്ടുള്ള എല്ലാ ശ്രമവും അവരതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മതം എന്ന് പറഞ്ഞ കാര്യം വിട്ടേക്കുക. അത് എന്തിനായി മതം? നമുക്ക്
മനുഷ്യൻ നന്നാകാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു സാധനത്തിനകത്ത് ഈ എന്തിനാണ് ഈ മതത്തെ കാര്യം പറഞ്ഞത്? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് നിർത്തണം, അതിനുവേണ്ടി ശ്രമിക്കണം. ഞാൻ കയ്യിൽ നിന്ന് 3 ഏക്കർ സ്ഥലം വിറ്റ പൈസയെ കൊണ്ട് ഈ കറുവപ്പട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റ് നിർത്താൻ വേണ്ടി ശ്രമിച്ചു. 2016 നിരോധിച്ചു. ഇന്ത്യയിൽ ഇപ്പം അതിന്റെ 1000 ഇരട്ടി ഇറക്കുമതി ചെയ്തിട്ടാണ് ഇന്ന് ആയുർവേദ മരുന്നും മസാലപ്പൊടിയില്ലാത്തും ഡെയിലി ഉപയോഗിക്കുന്നത്. അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കേരളമാണ്. ഇന്ന് അതിന്റെ സ്റ്റഡി ലേക്ഷോർ ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹെർബൽ ഡ്രഗ്സ് ആണ് ലിവറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, അതേപോലെ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് പ്രതികരിച്ചില്ല ഇതുവരെ. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് പൈസയും പോയി നമ്മൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പട്ടിയെ പോലെ ഇന്ന് കേരളക്കാരെ തട്ടുന്നുള്ളത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണിത്. മനസ്സിലാവുന്നുണ്ടല്ലേ? നന്ദി വിളിച്ചതിന്. ഗോപാലകൃഷ്ണൻ ചേർന്നു ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ മതമാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിന് ചുറ്റും, നമുക്ക് ചുറ്റും തന്നെ നോക്കിയാൽ അറിയാം. കാരണം ദൈവം എന്നത് അന്ധവിശ്വാസമാണ്, ഇല്ലെങ്കിൽ മതം എന്നത് ചൂഷണമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദൈവം മതം ഇതൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ആ സ്ഥലത്താണ്, അങ്ങനെ ഒരു കേരളത്തിലാണ് ഇപ്പോഴും നമ്മൾ മതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മുടെ ജീവിതത്തിൽ തന്നെ മതം എന്ന വാക്കിന് പല വ്യാഖ്യാനങ്ങളും പലരും തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ മതം എന്ന് ആ ഒരു വാക്കിൽ ഊന്നിക്കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിഷപ്പ് പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും സത്യം തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോൾ സമൂഹത്തിലെ പല ഭാഗങ്ങളിലേക്കും അത് കൊള്ളുകയും അവർക്ക് അത് പറയുന്ന വാക്കുകൾ ഉൾക്കൊള്ളാൻ അറിയാനിട്ടല്ല, പക്ഷെ ഉൾക്കൊള്ളുന്നില്ല എന്ന് ഭാവിക്കുകയും ചെയ്യുന്നു. കാരണം അതിന് അവർ ഉദ്ദേശിക്കുന്ന പല വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ നടത്തുന്നത്. ശരി. ജോൺസൺ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജോൺസൺ, ഇപ്പം ബിഷപ്പ് പറഞ്ഞത് ശരിയായ കാര്യമാണ്. കേരളത്തിൽ ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ന്യൂ ജനറേഷൻ ആളുകൾക്കിടയിൽ കൂടുതലായിട്ട് ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. അപ്പം ആ കുട്ടികളോട് കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ബിഷപ്പ് ശ്രമിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ മറ്റൊരു മതത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ, അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലെങ്കിലും, അതിപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് മറ്റ് മതങ്ങളും ഇതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മതം അത് പറഞ്ഞു വിദേശ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവരും ചെയ്യുന്നത് മതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ്. എങ്കിൽ പോലും സംസാരിക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ ആ 1-2 വാക്കുകളെങ്കിലും? മാഡം, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, പൊതുവേദിയിലേക്ക് അനവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആങ്കർ കുറെ സമയം എടുക്കരുത്. വിഷയം എന്താണെന്ന് വിളിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാവേണ്ടത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബിഷപ്പ് ചെയ്തത് തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ്. കാരണം ഒരു പ്രത്യേക മതത്തിന്റെ ആരാധനാലയത്തിൽ ആത്മീയ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള വർഗീയ വിഷം അവിടെ തുപ്പാനായിട്ട് പാടില്ല. കാരണം ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സിനെ മലീമസമാക്കുവാൻ അതിടയായിട്ട് തീരും. ശരി ജോൺസൺ, ഒരുപാട് പേര് ലൈനിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നന്ദി. വിളിച്ചതിന് ബാംഗ്ലൂരിൽ നിന്ന് വിവേക് ചേരുന്നു. ശ്രീ വിവേക്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്തേ മാഡം, ബിഷപ്പ് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം എന്താ പറയുക, ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു സംഭവം തന്നെ ഉദാഹരണമാണ്. അതും ഈ നാർക്കോട്ടിക് പ്രശ്നത്തിൽ തുടർന്നാണ് ലോഡ്ജിൽ കൊണ്ടുപോയതും ഈ സംഭവം നടന്നതും ഒക്കെ. അത് നമ്മൾ വളരെ സത്യമായിട്ട് തന്നെ കാണുമ്പോൾ നമ്മൾ അതിനെ എതിർക്കാൻ പാടില്ല. ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, പക്ഷെ അത് പറയരുത്. ആ പറയുന്നത് തെറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ മോശം. ചെയ്യാം, തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അത് പറയുക തന്നെ വേണം. ശരിയല്ലേ? മതപരമായ ആശയത്തിന് കൈവറ്റാം, കൊല്ലാം, എന്നാലും ആരും പറയരുത്. പറഞ്ഞാൽ അത് വർഗീയത. അതാണ് ഈ ഏറ്റവും വലിയ മോശം സമൂഹത്തിൽ നടക്കുന്നത്. ഒരു മതം മൊത്തം ചേർന്നാണ് ചില ജിഹാദുകള് നടത്തുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും ആരും വായ തുറക്കരുത്. വിവേക്, അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. പിന്നെ മറ്റൊന്ന്, മതം തന്നെയാണ് ഏറ്റവും മോശമായ വാക്ക്. നന്ദി വിളിച്ചതിന്. ജിഹാദിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്തത്. പൂർണ്ണമാവുന്നു. നമസ്കാരം.